സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നമുക്ക് കേരള തനിമയുള്ള ഒത്തിരി ഫുഡ് ഐറ്റംസ് നമുക്കറിയാം. നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒത്തിരി നമുക്കുണ്ട്. അതിനെ കുറിച്ചൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല, നമുക്കതെല്ലാം പരിചയമാണ്. എന്നാൽ ജോലിയുടെ ഭാഗമായിട്ട് പല രാജ്യങ്ങളിൽ നമ്മൾ പോകുന്നു, സെറ്റിൽ ചെയ്യുന്നു, അവിടുത്തെ ജീവിത രീതികളുമായിട്ട് ചേരുന്നു, അവിടുത്തെ സംസ്കാരങ്ങളെ നമ്മൾ പരിചയപ്പെടുന്നു. അങ്ങനെ ആ രാജ്യത്തിന്റെ ഒരു ഭാഗമായി നമ്മളും തീരുന്നു. അപ്പൊ അവിടുത്തെ ഭക്ഷണങ്ങളും നമുക്ക് പ്രിയപ്പെട്ടതാകുന്നു. അങ്ങനെ നമ്മുടെ ജീവിത രീതിയിലേക്ക് വന്ന ചില ഭക്ഷണങ്ങളാണ് പാസ്ത, ന്യൂഡിൽസ്, അങ്ങനെ ചില ഐറ്റംസ്. അപ്പൊ അതേപോലെ തന്നെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഫിലിപ്പിനോ ടേസ്റ്റ് ആണ്. അതെന്താണെന്നല്ലേ, പാൻസെറ്റ് എന്നാണ് അതിന്റെ പേര്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫിലിപ്പിനോ ഡിഷാണ് പാൻസെറ്റ്. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ താഴെയുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്യുമ്പോൾ എന്റെ റീസെന്റ് വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങളൊന്ന് നോക്കുക. അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പാചകത്തിന്റെ വിവരണങ്ങളും കാണാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാൻസെറ്റിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ്, ക്യാബേജ്, സ്പ്രിംഗ് ഓനിയൻ, ബീൻസ്, അതേപോലെ തന്നെ വൈറ്റ് ഓനിയൻ, 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ റൈസ് വെർമിസെല്ലി. ഇത്രയുമാണ് പാൻസെറ്റിന് വേണ്ട കാര്യങ്ങൾ. ഇനി ഞാൻ ചിക്കൻ ബ്രസ്റ്റ് കഷ്ണങ്ങളാക്കി ഒരു ബൗളിലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. മാരിനേറ്റ് ചെയ്യാനായി ഞാൻ 2 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും ഇട്ട് കൊടുക്കുകയാണ്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വയ്ക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാനായി ഞാനൊരു പാന് ഗ്യാസിലേക്ക് വെച്ചിരിക്കുകയാണ്. പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. അത് ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് സവോള ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടാൽ മാത്രം മതി, കളറ് ചേഞ്ച് ചെയ്യേണ്ട. അതിനുശേഷം അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം വേവാനായി അടച്ചു വെക്കുക. ഇടയ്ക്കിടയ്ക്ക് അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ചിക്കൻ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ന്യൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനു വേണ്ടി ഞാൻ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ന്യൂഡിൽസ് ഇട്ട് കൊടുക്കുകയാണ്.